Hello learners, welcome to Commerce Teacher Malayalam YouTube channel. നമ്മൾ ഇന്ന് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് HRMൽ നിന്നുള്ള ടോപ്പ് അതേപോലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൊമേഴ്സ് മാനേജ്മെന്റ് സ്റ്റുഡൻസിനും ഇൻക്ലൂഡിംഗ് BBA, MBA, MCOM, BCOM എല്ലാ ക്ലാസ്സുകളിലുള്ള കുട്ടികൾക്കും അതേപോലെ PSU HR എക്സാംസിനും പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഹൈലി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. മാക്സിമം ഷെയർ ചെയ്യുക, അതേപോലെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതേപോലുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഉള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. HRMൽ നിന്നുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകളും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ നമുക്കിനി ടോപ്പ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അഥവാ നെറ്റ് JRF എക്സാംസിനുള്ള സിലബസിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകളാണിത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ്, റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, സക്സഷൻ പ്ലാനിംഗ്, കോമ്പൻസേഷൻ മാനേജ്മെന്റ്, ജോബ് ഇവാലുവേഷൻ, ഇൻസെന്റീവ് പ്ലാൻസ് ആൻഡ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്, പെർഫോമൻസ് അപ്രൈസൽ, കളക്റ്റീവ് ബാർഗെയിനിങ്, വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ്, ജോബ് അനാലിസിസ്. ഇതാണ് നെറ്റ് JRF എക്സാംസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. എല്ലാ ടോപ്പിക്സിൽ നിന്നും ഈക്വൽ ഇമ്പോർട്ടൻസോടുകൂടി ഓരോ തവണയും എക്സാംസിന് ജോബ് ഇവാലുവേഷൻ ആയിക്കോട്ടെ, റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, ട്രെയിനിങ്, HR പ്ലാനിങ്, ഇൻസെൻറ്റീവ്സ്, പെർഫോമൻസ് അപ്രൈസൽ ഈ ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് വെയിറ്റേജിന് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. The attitude based on the belief, opinion, knowledge or information about the particular event which the employee possesses. ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത് ബിഹേവിയർ ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, കോഗ്നിറ്റീവ് ആറ്റിറ്റ്യൂഡ്, അഫക്റ്റീവ് ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് എന്ന ടോപ്പിക്കിൽ നിന്നും റിലേറ്റ് ചെയ്തിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആറ്റിറ്റ്യൂഡിൻ്റെ കോമ്പണൻസ് ഏതൊക്കെയാണെന്നറിയോ? ആറ്റിറ്റ്യൂഡിൻ്റെ കോമ്പണൻസ് cognitive, affective or emotional, behavior. ഈ 3 കോമ്പണൻസ് ആണ് ആറ്റിറ്റ്യൂഡിനുള്ളത്. ഇത് റിലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. കോഗ്നിറ്റീവില് ബിലീഫ്സ്, തോട്ട്സ്, നോളേജ്, എക്സ്പെക്റ്റേഷൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അഫക്റ്റീവ് ദാറ്റ് മീൻസ് ഇമോഷണൽ ബേസ് ആയിട്ട് ഫീലിങ്സ്, പ്രിഫറൻസ്, മൂഡ്സ്, എംപ്ലോയീസിൻ്റെ കൺസിഡർ ചെയ്തിട്ടുള്ള കോമ്പണൻ്റ് ആണ് അഫക്റ്റീവ്. ദെൻ ബിഹേവിയർ ആക്ടിങ് ഇൻ ഫേവർ ഓഫ് ഓർ അഗെയിൻസ്റ്റ് ദ ഒബ്ജക്റ്റ് ഓഫ് സിറ്റുവേഷൻസ് റിലേറ്റിംഗ് ടു ആറ്റിറ്റ്യൂഡ്സ്. ആറ്റിറ്റ്യൂഡിൽ റിലേറ്റ് ചെയ്ത സിറ്റുവേഷൻസിനെ ബേസ് ചെയ്തിട്ട് ആ എംപ്ലോയീസ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതിനെ ബേസ് ചെയ്തിട്ടുള്ള കോമ്പണൻ്റ് ആണ് ബിഹേവിയറൽ. സോ കറക്റ്റ് ആൻസർ ഈസ് ഇവിടെ ഒപ്പീനിയൻ, നോളജ്, ഇൻഫോർമേഷൻസ്, ബിലീഫ്സിനെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ cognitive attitude is the correct answer. Next question, statement 1. The closely related job evaluation and performance appraisal are not the same. Statement 2. The purpose of job evaluation is to fix the remuneration and other relevant benefits. In the context of the above 2 statements, which one of the following code is correct? Codes എല്ലാം കണ്ടല്ലോ അല്ലേ? Both the statements are correct. Both the statements are incorrect. Statement 1 is correct while statement 2 is incorrect. Statement 2 is correct while statement 1 is incorrect. നമുക്കപ്പോൾ ഇതിൻ്റെ ആൻസറിലോട്ട് നോക്കാം. ജോബ് ഇവാലുവേഷനും പെർഫോമൻസ് അപ്രൈസലും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. വാരിയസ് പെർസ്പെക്റ്റീവിൽ എങ്ങനെ ഡിഫറെൻ്റ് ആയിരിക്കുന്നു ജോബ് ഇവാലുവേഷനിൽ നിന്നും പെർഫോമൻസ് അപ്രൈസൽ.
ജോബ് ഇവാലുവേഷനിൽ ജോബിൻ്റെ വർത്ത് ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നതെങ്കിൽ പെർഫോമൻസ് അപ്രൈസലിൽ ജോബ് ഹോൾഡറിൻ്റെ വർത്ത് ആണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്. കാരണം ജോബ് ഇവാലുവേഷനും പെർഫോമൻസ് അപ്രൈസലും സെയിം കൺസെപ്റ്റ് അല്ല. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് പർപ്പസ് ഓഫ് ജോബ് ഇവാലുവേഷൻ ഈസ് ടു ഫിക്സ് ദ റെമ്യൂണറേഷൻ ആൻഡ് അതർ റെലവൻറ്റ് ബെനിഫിറ്റ്സ് എന്നതാണ്. ശരിയാണോ എന്ന് നോക്കാം. ജോബ് ഇവാലുവേഷൻ്റെ മെയിൻ എയിം ഡിഫറെൻറ്റ് ജോബ്സിലെ വേജ് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുക എന്നതാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റാണ്. നമ്മുടെ ആൻസർ ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് കറക്റ്റ്. ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Under which method of performance appraisal many evaluators join together to judge employees' performance in several situations with the use of a variety of criteria? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ, ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ്, അസസ്മെൻറ്റ് സെൻറ്റർ, MBO, മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. പെർഫോമൻസ് അപ്രൈസർ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് HR എക്സാംസിന് വരുന്നത് കോമൺ ആണ്. അപ്പം പെർഫോമൻസ് അപ്രൈസൽ മെത്തേഡ്സ് പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ടോപ്പിക് ഒരിക്കലും വിട്ടുപോകരുത്. നമുക്ക് ഇതിൻ്റെ ആൻസറിലോട്ട് കിടക്കാം. ആദ്യത്തെ ഓപ്ഷനാണ് ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ അതേപോലെ സിംപ്ലസ്റ്റ് ടെക്നിക്കാണ് പെർഫോമൻസ് അപ്രൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ലീനിയർ റേറ്റിംഗ് സ്കെയിൽ എന്നും ഈ ഒരു മെത്തേഡ് അറിയപ്പെടുന്നുണ്ട്. ഓരോ എംപ്ലോയീസിനെയും അപ്രൈസ് ചെയ്യുന്നതിന് വേണ്ടി പ്രിൻറ്റഡ് അപ്രൈസൽ ഫോമാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡ് പ്രകാരം ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിലിൻ്റെ ഒരു മോഡൽ താഴെ കൊടുത്തിട്ടുണ്ട്. അറ്റൻഡൻസ്, ബിഹേവിയർ, അതേപോലെ സിൻസിയറിറ്റി, ഡിപ്പെൻഡബിലിറ്റിനൊക്കെ ബേസ് ചെയ്തിട്ട് ആ ഒരു എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ലെവൽ ഓർ വർക്ക് ഡയമെൻഷൻ എത്രത്തോളം ആണെന്നുള്ളതാണ് ആ ഒരു ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിലിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതിൻ്റെ ബേസിൽ ആ ഒരു എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഈ മെത്തേഡാണ് ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ് മെത്തേഡാണ്. ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ് മെത്തേഡ്, ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ് ടെക്നിക് എന്നും പറയാം. നമുക്ക് പെർഫോമൻസ് അപ്രൈസൽ ടൂളാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഒരു എംപ്ലോയിൻ്റെ ബിഹേവിയർ സർട്ടൻ ഇവൻറ്റ്സിൽ എങ്ങനെയാണ് ആ ഒരു എംപ്ലോയി പെർഫോം ചെയ്യുന്നത് അതിൻ്റെ ബേസിലായിരിക്കും ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡ് പ്രകാരം ഒബ്സർവ് ക്രിട്ടിക്കൽ ഹ്യൂമൻ ബിഹേവിയർ സ്കിൽസ് എത്രത്തോളം ആ എംപ്ലോയി യൂസ് ചെയ്യുന്നു, അതേപോലെ ഇൻസിഡൻസ് ആ ജോബിൽ നടക്കുന്നത് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യുന്നു, അതിനെ ബേസ് ചെയ്തിട്ട് അവർക്ക് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഈ ഒരു പെർഫോമൻസ് അപ്രൈസൽ ടൂളാണ് ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ അസസ്മെൻറ്റ് സെൻറ്റർ. ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ് മെത്തേഡിൻ്റെ സ്റ്റെപ്സ് ആണ്. ആദ്യം ഇൻസിഡൻസ് റിവ്യൂ ചെയ്യുന്നു, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ട്സ് കളക്ട് ചെയ്യുന്നു, ആ ഒരു ഡാറ്റ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യുന്നു, ദെൻ ഔട്ട്കംസ് ആ ഒരു ഡാറ്റയിൽ നിന്ന് എന്തൊക്കെയാണ് കിട്ടുന്നത് അത് ഡിറ്റർമൈൻ ചെയ്യുന്നു, ദെൻ സൊല്യൂഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ഓപ്ഷൻ അസസ്മെൻറ്റ് സെൻറ്ററിലോട്ട് നോക്കാം. അസസ്മെൻറ്റ് സെൻറ്റർ എന്ന് പറയുന്നത് ഒരു സെൻട്രൽ ലൊക്കേഷനാണ്. ജോബ് റിലേറ്റഡ് എക്സസൈസ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാനേജേഴ്സ് എല്ലാവരും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവിടെ എന്ന് പറഞ്ഞാൽ ട്രെയിനഡ് ഒബ്സർവേഴ്സ് ഉണ്ടാവും അവരെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഈ ഒരു പ്രിൻസിപ്പൽ ഐഡിയ യൂസ് ചെയ്യുന്നത് ഒരു സർട്ടൈൻ പീരീഡ് ഓഫ് ടൈമിൽ ആ മാനേജേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അവരെ ഒബ്സർവ് ചെയ്തിട്ട് അവരുടെ ബിഹേവിയർ കറക്റ്റ്ലി ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അസസ്മെൻറ്റ് സെൻറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഓപ്ഷനാണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത്. ഈ കൺസെപ്റ്റ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് ഡെവലപ്പ് ചെയ്ത് പീറ്റർ ഡ്രക്കർ 1954 ഇതൊരു പേഴ്സണൽ മാനേജ്മെൻറ്റ് ടെക്നിക്കാണ്. ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിൽ ഗോൾസ് ഒക്കെ മോണിറ്റർ ചെയ്യുന്നതിനും അതേപോലെ റെക്കോർഡ് ചെയ്യുന്നതിനും അത് സെറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. MBO എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് മോഡലാണ്. ഇത് മെയിനായിട്ട് എയിം ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുക എന്നതാണ്. എന്തിനെ ബേസ് ചെയ്തിട്ട്? നമ്മുടെ ഒബ്ജക്റ്റീവ്സിനെ ബേസ് ചെയ്തിട്ട്. മാനേജ്മെൻറ്റ് എംപ്ലോയീസിനെ കൺസിഡർ ചെയ്തിട്ട് ഒബ്ജക്റ്റീവ്സിനെ ഡിഫൈൻ ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്യുക എന്നതാണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സിൻ്റെ പ്രോസസ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യം ഓർഗനൈസേഷന് ഗോൾസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു, അതിനുശേഷം എംപ്ലോയീസ് ഒബ്ജക്റ്റീവ്സ് ഡിഫൈൻ ചെയ്യുന്നു, അതിനുശേഷം കണ്ടിന്യൂസ് മോണിറ്ററിങ് അതിൻ്റെ പെർഫോമൻസും അതേപോലെ പ്രോഗ്രസ്സും കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നു, അതിനുശേഷം പെർഫോമൻസ് കറക്റ്റ്ലി ഇവാലുവേറ്റ് ചെയ്യുന്നു, ദെൻ ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്നു, പെർഫോമൻസ് അപ്രൈസൽ ചെയ്യുന്നു, ദെൻ വീണ്ടും നമ്മുടെ ഓർഗനൈസേഷനെ ഗോൾസ് സെറ്റ് ചെയ്യുന്നു. ഇതൊരു സൈക്ലിക്കൽ പ്രോസസ്സാണ്. ഇതാണ് MBOൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. MBOൻ്റെ പ്രോസസ്സ് പലതവണയും നമ്മുടെ ഇങ്ങനെ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് സ്റ്റെപ്സ് നോക്കി വയ്ക്കാം. നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ നിന്നും പെർഫോമൻസ് അപ്രൈസലിൻ്റെ വാരിയസ് മെത്തേഡ്സ്, ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ, ക്രിട്ടിക്കൽ ഇൻസ്റ്റൻറ്റ് അസസ്മെൻറ്റ് സെൻറ്റേഴ്സ്, MBO അങ്ങനെയുള്ള കുറച്ച് മെത്തേഡ്സ് നമ്മളിപ്പോൾ നോക്കിയില്ലേ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസുമായിട്ട് മാച്ച് ചെയ്യുന്ന ഏത് ഓപ്ഷനാണ് നിങ്ങൾക്ക് തോന്നുന്നത് പെർഫോമൻസ് അപ്രൈസൽ മെത്തേഡ്സിൽ? യെസ്, അതെ. ഏതാണ് ആൻസർ? അസസ്മെൻറ്റ് സെൻറ്റർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഇൻക്ലൂഡ്സ് employee grievances, organizational climate, job incentives, selection. Select the correct answer from the following. ഓപ്ഷൻസ് നോക്കുക, കറക്റ്റ് ആൻസർ ഏതാന്നുള്ളത് ചെക്ക് ചെയ്യുക. ഓക്കെ, എംപ്ലോയി ഗ്രീവൻസസ്, ജോബ് ഇൻസെൻറ്റീവ്സ്, സെലക്ഷൻ, ഈ 3 കോമ്പണൻസും ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റുമായിട്ട്. പക്ഷെ ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു എംപ്ലോയി മോട്ടിവേഷനുമായിട്ടുള്ള ഡിഗ്രീൻ്റെ റിഫ്ലക്ഷൻ മാത്രമാണ്. ഒരു വർക്ക് പ്ലേസിൽ പീപ്പിൾസിൻ്റെ ബിഹേവിയറിൻ്റെ നെഗറ്റീവ് എഫക്റ്റും പോസിറ്റീവ് എഫക്റ്റും ഓർഗനൈസേഷണൽ ക്ലൈമറ്റിനെ ബേസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി 3 കോമ്പണൻസും ഡയറക്റ്റ്ലി കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആൻസർ അതുതന്നെയാണെന്ന് പറയാം. ആൻസർ ഈസ് ബി. Fifth question. Which one of the following is not the operative function of HRM? HRMൻ്റെ ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ അല്ലാത്തത് ഏത്? ഡെവലപ്മെൻറ്റ്, കൺട്രോളിംഗ്, കോമ്പൻസേഷൻ, ഇൻ്റഗ്രേഷൻ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസിനെ 2ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മാനേജറിയൽ ഫങ്ഷൻസും ഓപ്പറേറ്റീവ് ഫങ്ഷൻസും. മാനേജറിയൽ ഫങ്ഷൻസിൽ വരുന്നതാണ് പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്. ഓപ്പറേറ്റീവ് ഫങ്ഷൻസിൽ വരുന്നതാണ് പ്രൊക്യൂർമെൻറ്റ്, ഡെവലപ്മെൻറ്റ്, കോമ്പൻസേഷൻ, ഇൻ്റഗ്രേഷൻ, മെയിൻ്റനൻസ്. ഈ ഒരു ടോപ്പിക്ക് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിന് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിൽ കണ്ടുവന്ന ടോപ്പിക്സുകളാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, സോ ശ്രദ്ധിക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം HRMൽ ഓപ്പറേറ്റീവ് ഫങ്ഷൻസിൽ വരാത്തത് ഏതെന്നാണ്. ഡെവലപ്മെൻറ്റ്, ഇൻ്റഗ്രേഷൻ, കോമ്പൻസേഷൻ ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ കൺട്രോളിംഗ് ആണ് ഓപ്പറേറ്റീവ് ഫങ്ഷൻസിൽ വരാത്തത്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, കൺട്രോളിംഗ്. Next question. Which of the following is not included in the model of the system approach to human resource management? നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് പറഞ്ഞു, മാനേജറിയൽ ഫങ്ഷൻസും ഓപ്പറേറ്റീവ് ഫങ്ഷൻസും. അതേപോലെ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ഉള്ള വേറൊരു ടോപ്പിക്കാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ സിസ്റ്റം അപ്രോച്ച് എന്ന് പറയുന്നത്. സിസ്റ്റം അപ്രോച്ചിൻ്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റീസിൽ മാനുവൽ വർക്ക് ലോഡ് റെഡ്യൂസ് ചെയ്യുക എന്നതാണ്. കറൻ്റ്ലി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ എൻകംപസ് ചെയ്യണത് പേറോൾ, വർക്ക് ടൈം, അഡ്മിനിസ്ട്രേഷൻ ബെനിഫിറ്റ്സ്,
ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, റിക്രൂട്ടിംഗ്, ട്രെയിനിങ് അഥവാ ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റംസ്, പെർഫോമൻസ് റെക്കോർഡ്സ്, എംപ്ലോയീസ് സെൽഫ് സർവീസ് ഒക്കെയാണ്. ഈ ഏരിയാസ് ഒക്കെ സിസ്റ്റം അപ്രോച്ചിൽ നമുക്ക് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ, പെർഫോമൻസ് അപ്രൈസലൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. കാരണം അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ഉള്ള ടോപ്പിക്സുകളാണ് HRMൽ. ഡിപ്പാർട്ട്മെൻറ്റേഷൻ ഇൻക്ലൂഡഡ് അല്ല. അതുകൊണ്ട് തന്നെ സിസ്റ്റം അപ്രോച്ച് മോഡലിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ ഇൻക്ലൂഡഡ് അല്ലാത്ത ഓപ്ഷൻ ഡിപ്പാർട്ട്മെൻറ്റേഷൻ. ആൻസർ ഈസ് ഓപ്ഷൻ ഡി. Next question. Arrange the steps of diagnostic model of human resource management in the correct sequence from the first to the last. Select the code of correct sequence. Human resource management diagnostic model steps ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഫൈൻഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. Evaluate, prescribe, diagnose, implement. These are the options. So what is the correct answer? നോക്കാം. Strategic human resource management. Strategic human resource management approach പ്രകാരം the model to organize HRM ARDM model. Acquiring, rewarding, developing, maintaining and protecting model. ഈ ഒരു മോഡലിൻ്റെ പ്രധാനപ്പെട്ട ഗോൾ എന്ന് പറയുന്നത് സോഷ്യലി റെസ്പോൺസിബിൾ എത്തിക്കൽ പ്രാക്ടീസസ് HRMൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ ഒരു ഡയഗ്നോസ്റ്റിക് മോഡലിലൂടെ നമുക്ക് ഗോൾസ് എന്ന് പറയുന്നത് ഈസിലി അക്കംപ്ലിഷ് ചെയ്യാം. അതേപോലെ മാച്ചിങ് ആക്ടിവിറ്റീസ് ആൻഡ് പീപ്പിൾസിനെ ബേസ് ചെയ്തിട്ട് ഈസിലി ഗോൾസ് അക്കംപ്ലിഷ് ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. ARDM മോഡലിൽ 4 സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ്: ഡയഗ്നോസിസ്, പ്രിസ്ക്രിപ്ഷൻ, ഇംപ്ലിമെൻറ്റേഷൻ, ഇവാലുവേഷൻ. ഈ മോഡലാണ് നമ്മുടെ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിരിക്കുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഡയഗ്നോസ്റ്റിക് മോഡലിലുള്ള സ്റ്റെപ്സ്. ഡയഗ്നോസിസ് മീൻസ് വർക്ക് സിറ്റുവേഷൻ ഡയഗ്നോസ് ചെയ്യുക. പ്രിസ്ക്രിപ്ഷൻ വർക്ക് സിറ്റുവേഷനിലുള്ള പ്രോബ്ലംസിന് സൊല്യൂഷൻസ് ഫൈൻഡ് ചെയ്യുക. നമ്മൾ ഇംപ്ലിമെൻറ്റേഷൻ ഈ സൊല്യൂഷൻസ് ഇംപ്ലിമെൻറ്റേഷനിൽ കൊണ്ടുവരിക. ദെൻ കറക്റ്റ്ലി സൊല്യൂഷൻസ് ഇവാലുവേറ്റ് ചെയ്യുക. ഈ പ്രോസസ്സാണ് ARDM. ARDM മീൻസ് അക്വയറിംഗ്, റിവാർഡിംഗ്, ഡെവലപ്പിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ആൻഡ് പ്രൊട്ടക്റ്റിംഗ്. ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്, ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതിൻ്റെ ആൻസർ ഈസ് B. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. നമുക്കറിയാം ഒരുപാട് ബെനിഫിറ്റ്സ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന് ഉണ്ട്. അതേപോലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഇല്ലാണ്ട് നമുക്ക് നടത്താൻ പറ്റില്ല. കാരണം അത്രയും കോർ അല്ലെങ്കിൽ എസെൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയാം. ഇതിൻ്റെ ബെനിഫിറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. വാരിയസ് ബെനിഫിറ്റ്സ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിനുണ്ട്. അതേപോലെ തന്നെയാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നതും. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ബെനിഫിറ്റ്സ് ആണ് ജോബ് അനാലിസിസ് കണ്ടക്ട് ചെയ്യുക, റിക്രൂട്ട്മെൻറ്റ് ഓറിയൻറ്റേഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, കോമ്പൻസേഷൻ ആൻഡ് ബെനിഫിറ്റ്സ്, പെർഫോമൻസ് അപ്രൈസൽ, എംപ്ലോയി മോട്ടിവേഷൻ, കരിയർ ഡെവലപ്മെൻറ്റ് തുടങ്ങിയവ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ വേറെ ബെനിഫിറ്റ്സും അതേപോലെ ഡിസഡ്വാൻറ്റേജസും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ബെനിഫിറ്റ്സും എല്ലാം ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിനും സെയിം തന്നെയാണ്. അതേപോലെ വാരിയസ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് അച്ചീവ് എക്കോണമി ഇൻ ഹയറിംഗ് ന്യൂ വർക്കേഴ്സ്, match personal activities and future organization objectives efficiently, improve the utilization of human resources തുടങ്ങിയവയാണ്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, all of the above. Next question, which one of the following items is not a part of job specification? ജോബ് സ്പെസിഫിക്കേഷൻ്റെ പാർട്ടല്ലാത്തത് ഇത്. ജോബ് സ്പെസിഫിക്കേഷൻ, ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് അനാലിസിസ്, ജോബ് ഇവാലുവേഷൻ, ഇതൊക്കെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകളാണ് HRMൽ. ശ്രദ്ധിച്ച് പഠിക്കണം. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ജോബ് സ്പെസിഫിക്കേഷൻ്റെ പാർട്ട് അല്ലാത്തത് ഐറ്റം ഏതെന്നാണ്. ഓപ്ഷൻസിൽ
ജഡ്ജ്മെന്റ്, ലൊക്കേഷൻ, ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഇനിഷ്യേറ്റീവ്. കറക്റ്റ് ആൻസർ ചെക്ക് ചെയ്യൂ. ഇത് ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ്. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റ് കണ്ടെയ്നിങ് job title, location, job summary, duties, logistic tools, equipments, material, forms used, supervision is given or received, working condition, hazards തുടങ്ങിയവയാണ്. ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിൽ എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്, ട്രെയിനിങ്, ജഡ്ജ്മെന്റ്, ഇനിഷ്യേറ്റീവ്സ്, ഫിസിക്കൽ എഫേർട്ട്, ഫിസിക്കൽ സ്കിൽ, റെസ്പോൺസിബിലിറ്റീസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഇമോഷണൽ ഇന്റലിജൻസ്, അൺയൂഷ്വൽ സെൻസറി ഡിമാൻഡ്സ് സച്ച് ആസ് സൈറ്റ്, സ്മെൽ, ഹിയറിംഗ് ഇത് കണ്ടെയ്ൻ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ ആ ഒരു ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നു. അപ്പോൾ ജോബ് സ്പെസിഫിക്കേഷനിൽ ഇൻക്ലൂഡ് അല്ലാത്ത പാർട്ട് ഏതാണ്? ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്, ജഡ്ജ്മെന്റ്, ഇനിഷ്യേറ്റീവ്സ് ഒക്കെ ജോബ് സ്പെസിഫിക്കേഷനിൽ ഇൻക്ലൂഡഡ് ആണ്. സോ ഇൻക്ലൂഡ് അല്ലാത്ത പാർട്ട് എന്ന് പറയുന്നത് ലൊക്കേഷൻ ആണ്. കറക്റ്റ് ആൻസർ ഈസ് ആൻസർ ബി, ലൊക്കേഷൻ. Next question, match the items of list 1 with the items of list 2 and choose the correct answer from the code given below. List 1 job context, job related tangibles and intangibles, work activities, work performance. List 2 procedures used, work schedule, work standards, service rendered. So list 1 and list 2 തമ്മിൽ match ചെയ്യണം. ഓപ്ഷൻസ് നോക്കൂ. Job context is related to work schedule. Job related tangibles and intangibles are related to service rendered. Work activities are related to procedures used, and work performance is related to work standard. So answer is option B. 11th question, which one of the following is not an advantages of external recruitment? External recruitment advantages അല്ലാത്തത് ഏത്? Good performance is rewarded, scope for resentment, jealousy, heartburn are avoided, compliance with reservation policy becomes easy, benefits of new skill, new talents and new experience to organization are available. Which one is not an advantages of external recruitment? Answer is option A. Good performance is rewarded. There is no reward for good performance in external recruitment. ബാക്കിയുള്ള എല്ലാ പോയിന്റ്സും എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് അഡ്വാൻറ്റേജസ് ആണ്. പക്ഷെ ഓപ്ഷൻ എ മാത്രം അഡ്വാൻറ്റേജസ് അല്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. HRM does not include job evaluation, performance appraisal, sales promotion, job enrichment. ഏതാണ് ജോബ് ഇവാലുവേഷൻ, പെർഫോമൻസ് അപ്രൈസൽ, ജോബ് എൻറിച്ച്മെന്റ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് സെയിൽസ് പ്രൊമോഷൻ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഇറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ മാർക്കറ്റിംഗ്. Option C is the correct answer. 13th question, the process of narrowing a large number of candidates to a smaller field is called rushing, recruitment, selection, enrollment. നമുക്ക് ഓൾറെഡി അറിയാം റിക്രൂട്ട്മെന്റ്, സെലക്ഷനും എൻറോൾമെന്റും അല്ല. അപ്പോൾ ഏതായിരിക്കും ഒബ്വിയസ്ലി ആൻസർ? റഷിംഗ്. ഓപ്ഷൻ എ is the correct answer.
Next question. Human resource management is viewed as a management process consisting of 4 functional activities: acquisition, motivation, development, resolution of industrial dispute, maintenance. Select the correct answer from the following. നമ്മളിത് നേരത്തെ നോക്കിയതാണ്. Answer is option B. 1, 2, 3, 5. Acquisition, motivation, development, finally maintenance. These are the 4 functional activities consisting in HRM management process. Next question. Which one of the following initiatives is not the strategy for managing shortage of employees in an organization? Options are: attempt to reduce turnover, offer incentives to postpone retirement, hire temporary employees, employee training. ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിൻ്റെ ഷോർട്ടേജ് മാനേജ് ചെയ്യാവുന്നതിനുള്ള സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് ടേൺ ഓവർ റെഡ്യൂസ് ചെയ്യാനുള്ള അറ്റംപ്റ്റ്സ് നടത്തുക, അതേപോലെ റിട്ടയർമെൻറ്റ് പോസ്റ്റ്പോൺ ചെയ്ത് വെക്കുക, നമുക്ക് ഇൻസെൻറ്റീവ്സ് ഒക്കെ ഓഫർ ചെയ്യുന്നത്, അതേപോലെ ടെമ്പററി എംപ്ലോയീസിനെ ഹയർ ചെയ്യുക. ഒരിക്കലും എംപ്ലോയി ട്രെയിനിങ് എന്നത് ഒരു സ്ട്രാറ്റജി ആയിരിക്കില്ല ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിൻ്റെ ഷോർട്ടേജ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ആൻസർ എംപ്ലോയി ട്രെയിനിങ്, ഓപ്ഷൻ ഡി. Next question. According to Donald Kirkpatrick, training programs can be evaluated at 4 levels. Indicated the correct code sequence from the following. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇനിയും വരും എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. Result, reaction, learning, behavior. Choose the correct answer from the codes given below. Codes are: നോക്കൂ, ഏതായിരിക്കും കറക്റ്റ് ആൻസർ? നമുക്ക് അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാംസ് ഇവാലുവേറ്റ് ചെയ്യുന്ന ആ 4 ലെവൽസ് ഉള്ള ഡയഗ്രാം നോക്കാം. ഇതാണ് ട്രെയിനിങ് പ്രോഗ്രാം ഇവാലുവേറ്റ് ചെയ്യുന്ന 4 ലെവൽസ് ഉള്ള ഡയഗ്രാം. റിയാക്ഷൻ ആണ് ആദ്യം വരുന്നത്, ദെൻ ലേണിംഗ്, ബിഹേവിയർ, റിസൾട്ട്. ആദ്യം പാർട്ടിസിപ്പൻസിൻ്റെ ഇനിഷ്യൽ റിയാക്ഷൻ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുന്നു. ട്രെയിനിങ് പ്രോഗ്രാംസിനെ സ്യൂട്ടബിൾ ആയിട്ട് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള വാല്യുബിൾ ഇൻസൈറ്റ്സ് ആ ഒരു ട്രെയിനേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ലേണിംഗ്, എത്രത്തോളം ഇൻഫോർമേഷൻസ് ഏത് ലെവൽ ഓഫ് എഫിഷ്യൻസിയിലാണ് ആ ഒരു എംപ്ലോയീസ് അബ്സോർബ് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്, ആ ഇൻസ്ട്രക്ഷൻസ് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത് കറക്റ്റ്ലി ലേൺ ചെയ്യുന്നു. ദെൻ ബിഹേവിയർ, എത്രത്തോളം ട്രെയിനിങ് ആ ഒരു പാർട്ടിസിപ്പൻസിൻ്റെ ബിഹേവിയറിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ആ ജോബിൻ്റെ ഇൻഫോർമേഷൻസ് എത്രത്തോളം എങ്ങനെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നുണ്ട്, അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നത് ബിഹേവിയർ സെക്ഷനിൽ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നു. ദെൻ റിസൾട്ട്സ്, ബിസിനസ് ലെവൽസിൽ ട്രെയിനിങ്ങിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം വന്നു എന്നുള്ളത് മെഷർ ചെയ്യുകയും അനലൈസ് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ സ്റ്റേജാണ് റിസൾട്ട്. അപ്പോൾ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാംസിൽ 4 ലെവൽസ് എന്ന് പറയുന്ന റിയാക്ഷൻ, ലേണിംഗ്, ബിഹേവിയർ, റിസൾട്ട്. According to Donald Kirkpatrick, the training programs evaluate ചെയ്യുന്ന 4 stages അപ്പോൾ ഏതൊക്കെയായിരിക്കും? റിയാക്ഷൻ, ലേണിംഗ്, ബിഹേവിയർ, റിസൾട്ട്. 2, 3, 4, 1. Answer is option C. Next question. Which of the following are covered under the scope of human resource management? Forecasting, human resource needs, replacement planning, human resource dynamics, human resource development planning, human resource audit. Select the correct answer using the code given below. Codes. നോക്കൂ, ഏതായിരിക്കും കറക്റ്റ് ആൻസർ?
എല്ലാ ഏരിയാസും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് സ്കോപ്പിൽ ഇൻക്ലൂഡഡ് ആവുന്നുണ്ട്. ഈ എല്ലാ പോയിൻറ്റ്സും നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റുമായിട്ട് റിലേറ്റഡ് ആണ്, ഹൈലി റിലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ആൻസർ ഓപ്ഷൻ ഡി, all of the above. Next question, which of the following are methods of on-the-job training? Coaching, vestibule training, demonstration, role-playing, apprenticeship training. Select the correct answer using the codes given below. Codes. നോക്കൂ, ഏതായിരിക്കും ആൻസർ? നമുക്കറിയാം, ട്രെയിനിങ് സെക്ഷനിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഓൺ ദി ജോബ് ആൻഡ് ഓഫ് ദി ജോബ് മെത്തേഡ്സ് ആയിട്ടാണ്. സെറ്റ്, നെറ്റ്, JRF, അതേപോലെ PSU, HR എക്സാംസ്, ഇതിനൊക്കെ കണ്ടിന്യൂസ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ്, ഓൺ ദി ജോബ് ആൻഡ് ഓഫ് ദി ജോബ്. ക്ലാസിഫിക്കേഷൻ നോക്കാം അല്ലേ. On the job training methods and off the job training methods. On the job training methods includes various methods like job instruction training, coaching, mentoring, job rotation, apprenticeship training, committee assignments. Off the job training methods includes vestibule training, role playing, lecture method, programmed instructions, behaviorally experienced training. ഡെമോൺസ്ട്രേഷൻസ് ഒക്കെ ഓഫ് ദി ജോബ് ട്രെയിനിങ് മെത്തേഡ്സിൽ ഇൻക്ലൂഡഡ് ആണ്. ഒരുപാട് മെത്തേഡ്സ് നമുക്ക് ഓൺ ദി ജോബ് ട്രെയിനിങ്ങിനും ഓഫ് ദി ജോബ് ട്രെയിനിങ് മെത്തേഡ്സും ഇനിയുണ്ട്. ഇത് ഇമ്പോർട്ടൻറ്റ് വൺസ് ആണ്. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ നോക്കാം. ഈ ഒരു ടേബിളിൽ നിന്നും ഓൺ ദി ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കോച്ചിങ്, ഡെമോൺസ്ട്രേഷൻ ആൻഡ് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്. Our demonstration on the job training ആണ്. Sorry for the wrong statement. So answer is coaching, demonstration, apprenticeship training. Role playing and vestibule training are the off the job training methods. And other three like coaching, demonstration, apprenticeship training is on the job training methods. So answer is B. Next question, which of the following is the most serious problem that might arise due to excessive reliance on internal recruitment? That's include options like reduced job performance, high labor turnover, lack of motivation, internal resistance. Internal recruitment ഉം external recruitment ഉം ഒരേപോലെ ഇമ്പോർട്ടൻസോട് കൂടി പഠിക്കേണ്ടതാണ്. നമ്മൾ 2-3 ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് തന്നെ ഈ ഒരു 20 ക്വസ്റ്റ്യൻസ് 90 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തതിൽ നിന്നും മനസ്സിലായിട്ടുണ്ട്. സോ റിക്രൂട്ട്മെൻറ്റിൻ്റെ പാർട്ട് നന്നായിട്ട് പഠിക്കുക. സോ ആൻസർ ഈസ് lack of motivation is the most serious problem that might arise due to excessive reliance on internal recruitment. Next question, match the items of list 1 with the list items of 2 relating to human resource planning activities. Choose the correct answer from the code given below. List 1 includes forecasting, inventory, anticipation manpower problems, planning programs. List 2, optimal employment development activities, mathematical projections of industrial trends, projecting present resources into future. Correct answer പറയൂ. Forecasting is related to mathematical projections of industrial trends. Inventorying is related to which one? Optimal employment. Anticipation manpower programs relating to projecting present resource into future. Planning programs related to development activity. So answer is option D. What is gig hiring?
select people who approach on their own for employment in the organization. To select people who are recommended by the employees. To select people from public employment exchanges. To select people supplied by labor contractors. Which one is the correct answer? നമ്മൾ എക്സ്റ്റേണൽ റിക്രൂട്ട്മെൻറ്റിൽ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ റിക്രൂട്ട്മെൻറ്റ് നമ്മൾ ഒരുവിധം നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ റിക്രൂട്ട്മെൻറ്റ് രണ്ടും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക്സ് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എക്സ്റ്റേണൽ റിക്രൂട്ട്മെൻറ്റിൽ നമ്മൾ പീപ്പിൾസിനെ സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്യുന്നത് വാരിയസ് മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. മീഡിയ അഡ്വർടൈസ്മെൻറ്റ്, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്, ഫാക്ടറി ഗേറ്റ് റിക്രൂട്ട്മെൻറ്റ്, കാഷ്വൽ കോളേഴ്സ്, ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്, ലേബർ കോൺട്രാക്ടേഴ്സ്, വർക്ക്-ഇൻസ്, റിക്രൂട്ടിംഗ്, മാനേജ്മെൻറ്റ് കൺസൾട്ടൻസ്. ഇതിൽ ഫാക്ടറി ഗേറ്റ് റിക്രൂട്ട്മെൻറ്റിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ഓർഗനൈസേഷനിൽ അവരവരുടെ എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്ത് സെലക്ട് ചെയ്യുന്ന പേഴ്സൺസ് ആണ് ഗേറ്റ് ഹയറിംഗ് ഇൻ്റർവ്യൂവിലൂടെ സെലക്റ്റഡ് ആവുന്നത്, അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിലൂടെ കമ്പനീസിലോട്ട് സെലക്ട് ചെയ്ത് എൻ്റർ ആവുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. To select people who approach on their own for employment in the organization. Next question, which one of the following is a traditional method for selection of personnel? Interview, selection test, phrenology, aptitude test. Aptitude test is the traditional method for selection of personnel. Answer is option D, aptitude test. Next question, the method of training in craft, trades and technical areas is known as vestibule training, coaching, mentoring, apprenticeship. Which one is the correct answer? Correct answer is mentoring is the method of training in craft, trades and technical areas. Correct answer is mentoring. Oh, sorry for the explanation. Method of training in craft, trades and technical areas is known as the option apprenticeship. Option D. Which one of the following are not part of staffing process? Human resource planning, recruitment, selection, induction and orientation, training and development, performance appraisal, transfers, separations. Select the correct answer from the following codes. Staffing process include human resource planning, recruitment, selection, performance appraisal, training and development, induction, orientation, transfer, separations. So, answer is D, none of the above. Which one of the following is not basic objective for HRM? To attract HR into the organization, to develop and motivate HR for better performance, to have the reward and punishment system for HR, to integrate and maintain HR in the organization. To attract HR into the organization, develop and motivate HR for better performance, integrate and maintain HR in the organization are the basic objectives of HR. So what is not? Yes, correct. Reward and punishment system for HR is not basic objectives of HR. Better performance develop ചെയ്യുക, അവനെ മോട്ടിവേറ്റ് ചെയ്യുക, അതേപോലെ അട്രാക്റ്റ് HR ഓർഗനൈസേഷനെ റിക്രൂട്ട് ചെയ്യുക, ഒരു ഓർഗനൈസേഷനിൽ HR ഹ്യൂമൻ റിസോഴ്സിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുക, അവരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്നതാണ് ബേസിക് ഒബ്ജക്റ്റീവ്സ്. റിവാർഡും പണിഷ്മെൻറ്റും ഹ്യൂമൻ റിസോഴ്സിന് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ബേസിക് ഒബ്ജക്റ്റീവ് അല്ല.
So answer is option C. To have the reward and punishment system for HR is not basic objectives of HR. Put the following steps of discrete selection process in correct sequence. Select the correct code. Preliminary interview, completion of application blank, background investigation, physical examination, employment test, comprehensive interview, final employment selection or decision. Choose the correct answer from the codes given below. Preliminary interview, completion of application blank, employment test, comprehensive interview, background investigation, physical examination, final employment decision are the selection process order in correct sequence. So answer is option C. Next question, human resource planning benefits to an organization are reflected in which of the combination of the following? Balance between demand and supply of human resource, non-compulsion on management to assess critically and continuously the employees and personnel policies, duplication of efforts and conflicts are avoided, minimizing the future returns on investment in human resources. Human resource planning benefit to organization are reflected in the combination of option B, both 1 and 3. Balance between demand and supply of human resources. അതേപോലെ duplication of efforts and conflicts are avoided. These are the two combinations in human resource planning benefits to an organization reflected. Next question, the VARO framework used in HR function in today's era refers to 4 criteria. Identify the correct code which stands as correct explanation to VRIO or proposed by Barney. The options are VRIO means balanced recruiting industrial relation opportunities. Next option, VRIO means vision, rewards, improvements, options. Next option, VRIO means value, rarity, imitability, organization. Next option, VRIO means versatile, resource, information, outsourcing. Which one is correct? Yes, value, rarity, imitability, organization. This means VRIO framework that used in HR functions in today's era. In which one of the following forms of workers' participation in management is the role of the Workers' Council not just advisory but the management is under a moral obligation to acknowledge, accept and implement the unanimous decision of the Council? Consultative participation, associative participation, administrative participation, decisive participation. Which one is correct? Answer is administrative participation. Match the items of list 1 with the items of list 2 and choose the correct answer from the codes given below. List 1, behavior referent, focus on attention for intervention, conflict handling, job categories and grades. List 2, wide-ranging cultural, structural and personal strategies, manage climate and culture, few values of mission.
Which one is the correct answer? Behavior referent is related to values or mission. Focus on attention for intervention is related to wide-ranging cultural, structural, or personal strategies. Conflict handling is related to manage climate and culture. Job categories and grades relating to which one? Few. So answer is option B. So thank you. നമ്മൾ ഇന്ന് 30 ക്വസ്റ്റ്യൻസ് ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഭാഗത്ത് നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് പാർട്ട് അടുത്തായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.